എള്ളരികത്ത് വളരെറിഞ്ഞപ്പം വള്ള കിളിക്കിയ സുന്ദരി. ഈ പേപ്പർ ഇവിടെ പരസ്യമാണല്ലോ. രാമേട്ടാ, ഒരു കടുപ്പത്തിൽ മധുരം കൂട്ടി ലൈറ്റ് വിത്തോട്ട് കട്ടൻ ചായ. ചായ കുടിക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ കുടിക്കണം, എന്നല്ലേ ഒരു പുഷുണ്ടാകുന്നത്, ഒരു ഉഷാറുണ്ടാകുന്നത്. പുതിയ പുതിയ ഐഡിയകളും ആശയങ്ങളും വരുത്തും. പുഷ്കര വിത്തോട്ടല്ലടാ. അതെ രാമേട്ടാ. അവൻ്റെ കയ്യിൽ ചില്ലി കാശില്ലേലും തള്ളിനൊരു കുറവില്ലല്ലോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. കാമിലാരി കഴിക്കൂ, മദ്യപാനം ഒഴിവാക്കൂ. കരൾ വീക്കം, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, മുട്ടികൊഴിച്ചിൽ. നിർത്തി 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 ഞാൻ നിർത്തി. അതേതായാലും നന്നായി. കയ്യിലിരുന്ന കാശും കൊടുത്ത് കള്ളം കുടിച്ച് കരള് പോകുന്നതിനേക്കാളും നല്ലത് കള്ളുകൂടി നിർത്തുന്നു. എന്ത് നിർത്തിയെന്നാ പറഞ്ഞത്? ഞാൻ പത്രമാനം വരുന്ന കാര്യം പറഞ്ഞ. അത് കൊള്ളാലോ രാമേട്ടാ. ഇന്നലെ വരെ പുഷ്കരൻ എന്താന്നുള്ള കാര്യമെല്ലാം വേണം. ഞാൻ ചില പുതിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നു. അതെന്താണ്? ഒരു ബിസിനസ് തുടങ്ങിയാലെന്നൊക്കെ ഒരു ആലോചന ഉണ്ട്. ഞാനിങ്ങനെ വേലയും കൂലിയിൽ നടക്കുകയല്ലേ. മലയാളികൾക്ക് പണിയില്ലെന്നേ. ബംഗാളികൾ കയറി ഇറങ്ങി നിരങ്ങുകയല്ല എല്ലായിടത്തും. കുറെ കാശ് കയ്യിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ലോൺ എടുക്കാമല്ലോ, മാസം മാസം അടച്ചാൽ പോരെ. നീയല്ലേ? അല്ലെങ്കിൽ രാമേട്ടാ, എനിക്കാരുടെ കീഴ് ജോലി ചെയ്യുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി, ഒരു ലോണൊക്കെ എടുത്ത്, ഒരു സംരംഭം തുടങ്ങി, കുറേ ജോലിക്കാരെയൊക്കെ വെച്ച്, ഒരു കറങ്ങുന്ന കസേരയിലിരുന്ന് കറങ്ങി കറങ്ങി ഇവരെയൊക്കെ നിയന്ത്രിച്ച് ബാധ്യതകളൊക്കെ തീർത്ത് കൃത്യമായിട്ട് ലോൺ അടച്ച് ഒരു പെണ്ണൊക്കെ കെട്ടി നാൾക്ക് നാൾ വളർന്നു വരുന്ന ഒരു മുതലാളിയായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ല, രാമേട്ടൻ്റെ അഭിപ്രായം. എടാ, നീ എത്ര കാലമായി കടയിൽ വരുന്നു? അത് കുറേ കാലമായില്ലേ? അല്ലേ? അതെ, അന്നു മുതൽ നീ പറയുന്നതാണ് ഈ ആഗ്രഹങ്ങളൊക്കെ. എന്നിട്ട് വല്ല ബിസിനസ്സും നടത്തിയോ? നീ അന്നു മുതൽ വല്ല കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ലുലു മോളയെക്കാളും വലിയ മുതലാളിയായേന്. നീ ഇന്ന് പറയുന്ന ബിസിനസ് അല്ല നാളെ പറയുന്നത്. ഈ ബിസിനസ് എന്നൊക്കെ പറയുന്നത് ബുദ്ധി, സാമർഥ്യം, കഴിവ് ഇതൊക്കെ വേണം. എടാ, നാക്കുകൊണ്ട് പറയുന്ന പോലെയല്ല ബിസിനസ്. അതിന് നല്ല അധ്വാനിക്കണം, ബുദ്ധിയും സാമർഥ്യവും വേണം. നിനക്കിത് വല്ലതും ഉണ്ടോ? രാമേട്ടാ, ഈ പുഷ്കരനെ അറിയാമല്ലോ. അന്തസ്, ആഭിജാത്യം, തറവാടിത്ത, കുലമഹിത, ഇത് വിട്ടുള്ള ഒരു പരിപാടിക്കും ഈ പുഷ്കരനെ കിടന്നില്ല. നിനക്കൊക്കെ പറഞ്ഞ പണി ഇതൊക്കെ തന്നെ. രാവിലെ കെട്ടിയൊരുങ്ങി പാൻറ് വിട്ട് ബെൽറ്റ് മുറുക്കി ആ ബസ് കാത്ത് ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ മുമ്പിൽ കയ്യും കലാശവും കാണിച്ച് നാട്ടുകാരോട് സ്വറയം പറഞ്ഞ്, ഇതൊക്കെ തന്നെയല്ലേ നിന്റെ പണി. എന്നിട്ട് നീ പണിയെടുക്കാണ്ട് ബംഗാളികളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിന്റെ ജീവിതമൊക്കെ തന്നെയാ. ഇയാളെന്ത് നെഗറ്റീവാ? വാ തുറന്ന നെഗറ്റീവാ പറയുന്നുള്ളൂ. ഇയാക്കെ ഈ കട്ടൻചാട കയ്പ ഒരു സംരംഭമായിട്ട് വന്നതാ. കളവനെല്ലാം കുളമാക്കി, ശകുനം മുടക്കി. നീ പുഷ്കരനല്ലടാ, തള്ളു ഭാസ്കരന്. അവൻ്റെ ഒരു കോലാമഹിമ.